ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാസ്തവത്തിൽ എല്ലാവരും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് എത്രമാത്രം അനുഗ്രഹവും പ്രയോജനവും ഉപകാരവും ആയി ഭവിക്കുമായിരുന്നു. നമ്മുടെ എല്ലാ പരാജയങ്ങളും ബലഹീനതകളും നാം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ബൈബിളിലുള്ളത്. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിൻ്റെ അവസാനം ദുഃഖം ആവുകയും ചെയ്യാം. മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ മുഖത്തിൻ്റെ ഭാവങ്ങൾ, വിരുദ്ധമായ ഭാവങ്ങളാണ് പലപ്പോഴും മനുഷ്യൻ്റെ മുഖത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിരിച്ചുകൊണ്ട് പുറത്തുള്ള മനുഷ്യരോട് നന്നായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ദുഃഖമുണ്ടായിരിക്കാം. ഈ വചനം മനുഷ്യഹൃദയത്തിൻ്റെ ആ നിഗൂഢതകളെ വെളിപ്പെടുത്തുന്ന വചനമാണ്. പലരുടെയും മുഖത്ത് കാണുന്ന ചിരി അത് ഹൃദയത്തിൽ നിന്ന് ഉള്ള ചിരിയല്ല. ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ചിരിയാണ്. ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങൾ അവിടെ ചിരിച്ചുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികൾ, ആ ചിരിച്ച മുഖം കാണുമ്പോൾ അവരെല്ലാം ജീവിതത്തിൽ തികഞ്ഞ സന്തോഷം അനുഭവിക്കുന്നവരാണെന്ന് ചിലരെങ്കിലും ചിന്തിച്ചു പോകുന്നു. മനുഷ്യൻ്റെ ജീവിതം ആനന്ദപൂർണമാണെന്നുള്ള ഒരു തെറ്റായ ധാരണ ഇവർ സൃഷ്ടിക്കുകയാണ്. ചിരിക്കുന്ന അത്തരം മനുഷ്യരുടെ ഉള്ളിൽ എത്രയോ രാത്രികളിൽ ആരും കേൾക്കാത്ത കരച്ചിലുകൾ ഉയർന്നിട്ടുണ്ടാകും. ചിരിയിലൂടെ ചിലർ വേദന മറക്കാൻ ശ്രമിക്കുന്നു. ജീവിതത്തിലെ വലിയ വൈരുദ്ധ്യമാണ് നാം ഇവിടെ കാണുന്നത്. സന്തോഷത്തിൻ്റെ അവസാനം ദുഃഖമാകാം എന്ന ദൈവവചനവും ആഴമുള്ളതാണ്. ഭൂമിയിലെ എല്ലാ സന്തോഷങ്ങളും ആനന്ദങ്ങളും നശ്വരമാണ്. ഇന്ന് നമുക്ക് ഉല്ലാസവും സന്തോഷവും നൽകുന്ന പല സംഗതികളും നാളെ നമുക്ക് വേദനയ്ക്ക് കാരണമായിട്ട് മാറും. ഇന്ന് സമ്പത്തും പ്രശസ്തിയും സൗഹൃദങ്ങളും അധികാരങ്ങളും ഒക്കെ ചിലരെയെങ്കിലും കുറേ കാലത്തേക്കെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടാകും. എന്നാൽ അതൊന്നും സ്ഥിരതയുള്ള സന്തോഷമാണെന്ന് ആരും ധരിക്കരുത്. സന്തോഷത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കൈക്കുള്ളിൽ നിന്ന് സന്തോഷം നനയ്ക്കാത്ത സമയത്ത് പറന്നു പോകുന്നു. ഇതൊക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ വചനം നമ്മെ ഒരാത്മപരിശോധനയിലേക്കാണ് നയിക്കേണ്ടത്. ചിരിക്കുന്ന ഓരോ മുഖങ്ങൾക്ക് പിന്നിലും വേദനയുടെ ഒരു കഥയുണ്ടെന്ന് നാം വല്ലപ്പോഴെങ്കിലും ഓർത്തിരിക്കണം. അതുകൊണ്ട് സന്തോഷിക്കുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നവരാണെന്ന് നാം ധരിക്കുകയും വേണ്ട. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും നമ്മുടെ സമീപനം മുൻവിധിയില്ലാത്തതും കരുണയുള്ളതും സഹാനുഭൂതിയുള്ളതും ആയിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ചെറിയ ഒരു വാക്ക്
ആശ്വാസത്തിൻ്റെ ഒരു തലോടൽ, ശ്രദ്ധയോടുകൂടിയുള്ള ചില ശ്രവണങ്ങൾ, ഇതൊക്കെ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന് അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കുവാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം അന്വേഷിക്കേണ്ടത് യഥാർത്ഥ സന്തോഷമാണ്. പുറമേയുള്ള ചിരികളെല്ലാം ഒരു ദിവസം മങ്ങിപ്പോകും. എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സമാധാനവും ആത്മാവിൽ അനുഭവിക്കുന്ന ആനന്ദവും അത് എന്നേക്കും നിലനിൽക്കും. ലോകം നൽകുന്ന സന്തോഷമെല്ലാം തിരമാല പോലെയാണ്, വന്നും പോകുന്നു. എന്നാൽ ആത്മാവിൽ നാം അനുഭവിക്കുന്ന സന്തോഷം എത്ര പ്രതിസന്ധികളുടെ നടുവിലും ജീവിതത്തിലെ കൂരിരുട്ട് നിറഞ്ഞ ദിവസങ്ങളിലും ഒരു പ്രകാശമായി നമുക്കനുഭവപ്പെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് സന്തോഷിക്കാം. യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ മുഖപ്രസാദം ദൈവം നമുക്ക് നൽകട്ടെ. സ്വർഗീയ പിതാവേ, പലരും മുഖംമൂടി ധരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഞങ്ങൾ വിജയികളാണ്, സന്തോഷവാന്മാരാണ്, അനുഗ്രഹീതരാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേദന കടിച്ചുമർത്തി ചിരിക്കുന്ന മുഖവുമായിട്ട് പലരും ജീവിക്കുമ്പോൾ യഥാർത്ഥ സന്തോഷം ക്രിസ്തുവിലൂടെ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.